ഇന്ന് നമ്മൾ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന റവ കൊണ്ടുള്ള ഒരു അടിപൊളി സ്വീറ്റ് കേക്കാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടുമ്പോൾ അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ 1.5 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. വറുത്ത റവയോ വറുക്കാത്ത റവയോ അങ്ങനെയൊന്നും ഇല്ല, ഏത് റവ വേണോ എടുക്കാം. ഇനി അതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഷുഗർ സിറപ്പ് തയ്യാറാക്കി ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. അപ്പം മധുരം കുറച്ച് ചേർത്താലും കുഴപ്പമില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് തിളപ്പിച്ച് ആറിയ പാലാണ്. ഇളം ചൂടോടുകൂടി തന്നെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാൻ ആദ്യം 1 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ റവ എടുത്ത ആ പാത്രത്തിൽ തന്നെയാണ് ഞാൻ പാലും എടുക്കുന്നത്. അപ്പോൾ കറക്റ്റ് അളവായിട്ട് നമുക്ക് അറിയാൻ പറ്റും. ഞാൻ 2 കപ്പ് പാലാണ് അതിലായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. റവ ആയതുകൊണ്ട് തന്നെ വെള്ളം പെട്ടെന്ന് വലിച്ചെടുക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ലൂസായിരിക്കുമെന്നത് നോക്കണ്ട. നമുക്ക് അതിലേക്ക് 1/2 ടേബിൾ സ്പൂണ് ബേക്കിംഗ് പൗഡറും അതുപോലെ തന്നെ ഒരു നുള്ള് ബേക്കിംഗ് സോഡയും 1 സ്പൂണ് വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വാനില എസൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ശേഷം ഞാനൊരു കേക്ക് പാൻ എടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം വലിപ്പമുള്ള പാനാണ്. നിങ്ങൾക്ക് ചെറുതായിട്ടുള്ള പാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്താൽ മതിയാവും. അതിലേക്ക് ഞാൻ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കണമെന്നൊന്നും നിർബന്ധമൊന്നും ഇല്ല. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് പാത്രത്തിൽ നിന്ന് വിട്ട് കിട്ടുന്നതായിരിക്കും. ഇനി ഇത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. സ്പൂണിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ലെവൽ ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പൂണിൽ ഒട്ടിപ്പിടിക്കാതിരിക്കും. അപ്പോൾ നമുക്കിതൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ക്രോസ് ചെയ്ത് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് മുറിച്ചെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നിങ്ങൾക്ക് നട്ട്സ് ആണോ എന്താണോ ഇഷ്ടമുള്ളത് അതിട്ട് കൊടുക്കാം. ഞാൻ അണ്ടിപ്പരിപ്പ് മുന്തിരിയാണ് വെച്ച് കൊടുക്കുന്നത്. ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുകൂടി വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ബേക്ക് ചെയ്താണ് എടുക്കാനുള്ളത്. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ ഇഡ്ഡലി പാത്രത്തിലേക്ക് കുറച്ച് ഉപ്പിട്ട് അതിലേക്ക് ഒരു സ്റ്റാൻഡ് ഇറക്കി വെച്ചതിന് ശേഷം നമ്മുടെ പാത്രം ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് 20 തൊട്ടൊരു 30 മിനിറ്റ് വരെ ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. നമ്മൾ ആ മാവിൻ്റെയും ആ ഒരു പാത്രത്തിൻ്റെ അളവനുസരിച്ചിട്ടാണ് ഇത് ബേക്കായി വരുന്നത്. എൻ്റെ പാത്രം വലുതായതുകൊണ്ട് തന്നെ എനിക്കൊരു 20 മിനിറ്റിനകത്ത് ഇത് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഷുഗർ സിറപ്പ് കൂടി നമുക്കിതിലേക്ക് തയ്യാറാക്കി എടുക്കാം. ഷുഗർ സിറപ്പ് കൂടി ഒഴിക്കുമ്പോഴാണ് ഈ ഒരു കേക്കിന് നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടുന്നത്. അതിനായിട്ട് ഞാൻ 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. ഞാൻ അതിലേക്ക് യെല്ലോ ഫുഡ് കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു നുള്ളു ഫുഡ് കളർ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ അഫ്രോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും മതിയാവും. ഒരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഷുഗർ സിറപ്പ് നന്നായിട്ടൊന്ന് ഉരുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് മുഴുവനായിട്ട് തന്നെ നമ്മൾ കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കുന്ന സമയത്ത്. നമുക്ക് ചൂടോടുകൂടി തന്നെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെയായിട്ട് എല്ലായിടത്തും സ്പ്രെഡ് ആകുന്ന രീതിയിൽ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് വലിച്ചെടുത്തതിന് ശേഷം ബാക്കി ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഇല്ലാന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തെന്നും പറഞ്ഞും കുഴപ്പമൊന്നുമില്ല. ഞാനിത് മുഴുവനായിട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ റവ സ്വീറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കുഞ്ഞു ചാനലിനെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നമ്മൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ.